എൻ്റെ പേര് സുഗതൻ. ഞാൻ സൈക്യാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ ഒന്നുമല്ല. പ്രീ ഡിഗ്രി തോറ്റിട്ട് ഡിപ്രഷനാണെന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. പിന്നീട് ബൈപ്പോളാർ ഡിസോർഡർ ആണ് എന്ന് അടുത്ത കാലത്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 30 കൊല്ലം മാനസികമായ വേദനകളും വിഷമങ്ങളും രോഗങ്ങളും അനുഭവിച്ച് അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് വിജയിച്ചു എന്ന് പറയാനൊന്നും പറ്റില്ല. എന്നിരുന്നാലും ഈ 30 കൊല്ലത്തെ അനുഭവങ്ങൾ വെച്ച് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും അതുപോലെ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിൽ കേരളം ശാരീരിക ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലാണ്. എങ്കിലും മാനസികാരോഗ്യ രംഗത്ത് കേരളം പുറകിലാണ്. ഇത് തെളിയിക്കാൻ ഇന്ത്യയുടെ ആത്മഹത്യ നിരക്ക് ദേശീയ ശരാശരി അനുസരിച്ച് 5%. എങ്കിൽ കേരളത്തിൽ ആത്മഹത്യ നിരക്ക് 8%. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള കർമ്മ പരിപാടികൾ ആരോഗ്യവകുപ്പ് നടത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ ഞാൻ വിനയപുരസ്സരം കേരളത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. കേരളത്തിലെ അംഗനവാടി ടീച്ചേഴ്സിനും ആശാ വർക്കേഴ്സിനും പ്രത്യേക ട്രെയിനിങ് കൊടുത്ത് മാനസികാരോഗ്യം കുറഞ്ഞ വ്യക്തികളെ കണ്ടെത്തി ഏറ്റവും അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് സൈക്കോളജിസ്റ്റിനെ കൊണ്ട് കൗൺസിലിംഗ് ചെയ്യുകയും കൗൺസിലിങ്ങിലൂടെ മാറ്റാൻ പറ്റാത്ത മാനസിക പ്രശ്നങ്ങൾ കൗൺസിലിലൂടെ മാറ്റാൻ പറ്റുന്ന പ്രശ്നങ്ങൾ കൗൺസിലിംഗ് ചെയ്തും അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റിനെ കൊണ്ട് മരുന്ന് കഴിപ്പിച്ചും അല്ലെങ്കിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ റെഫർ ചെയ്യുകയും ചെയ്യണം. ഒരു മാനസിക രോഗം അല്ലെങ്കിൽ മാനസിക പ്രശ്നമുള്ള ആൾക്ക് ആത്മഹത്യയെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന വ്യക്തിയോട് സമൂഹത്തിലെ ഓരോ വ്യക്തിയും സ്നേഹാശ്വാസമാണ് ആദ്യം നൽകേണ്ടത്. ഏറ്റവും കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ